ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് 100 ടൈംസ് വാഷ്ഡ് ഗീ മോയ്സ്ചറൈസർ. ഇന്ന് നമ്മൾക്ക് ഈ ഗീ മോയ്സ്ചറൈസറിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കി. ഈ നെയ്യ് എന്ന് പറയുന്നത് നമ്മൾ വെണ്ണ ഉരുക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിപ്പോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ നെയ്യിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 3 മാസമാണ്. ഈ ഗീയില് ഏകദേശം 62% സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. 62% എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം കൂടുതലായിട്ടുള്ള ഒരു ഫാറ്റ് തന്നെയാണ്. ഈ ഫാറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോയ്സ്ചറൈസർ ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് തേക്കുന്നത്. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെതറിൽ നമ്മൾ ഈ നെയ് പോലത്തെ മോയ്സ്ചറൈസർ തേക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുക? ഈ പിമ്പിൾസ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു തരത്തിലുള്ള ബാക്ടീരിയയാണ്. അപ്പൊ ഓയിലി സ്കിന്നിൽ ഈ പിമ്പിൾസിന്റെ കൂടെ നമ്മൾ ഈ മോയ്സ്ചറൈസറും കൂടെ തേക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയക്കും ഫംഗസിനും ഒക്കെ വളരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരും ആക്നെ പ്രോൺ സ്കിന്നുകാരും ഒക്കെ ഈ ഗീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനെ ഒന്നും കൂടെ വേഴ്സൺ ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുക. കൂടാതെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന നെയ്യാണെങ്കിലും നമ്മളത് നല്ലൊരു ടൈറ്റിനായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതെന്തെങ്കിലും സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കും, എന്നിട്ട് തിരിച്ച് അതേപോലെ സെക്യൂർ ആക്കിയിട്ട് വെക്കുകയും ചെയ്യും. എന്നാൽ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഈ മോയ്സ്ചറൈസർ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളത് കൈകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. തുറക്കുക, കൈകൊണ്ട് എടുക്കുക, തിരിച്ചടച്ചു വെക്കുക, പിന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ കൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പിന്നെയും ബാക്ടീരിയ പോലത്തെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഒന്നും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മോയ്സ്ചറൈസറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് 100 പ്രാവശ്യം വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ടൈമിൽ തന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ബാക്ടീരിയ ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൈക്രോ ഓർഗാനിസം ഒക്കെ അതിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മോയ്സ്ചറൈസർ നമ്മൾ ഇതുപോലെ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത് എന്ന്. പക്ഷെ അല്ല, അതിൽ പ്രിസർവേറ്റീവ്സ് എന്നുള്ളൊരു സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മോയ്സ്ചറൈസറിലൊക്കെ ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ആ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ട്സ് ആണ്, ഇതൊക്കെ ഓയിലി സ്കിന്നുകാർക്കും ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും ഉള്ള പ്രോബ്ലം അല്ലേ, വേറെയുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ഈ ഗീന്റെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മാസമാണ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബാക്ടീരിയനെയും ഫംഗസിനെയും ഒക്കെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഒരുപാട് മോയ്സ്ചറൈസർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല, നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അലോവേര യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിൻ ഉള്ളവരല്ലാതെ ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്കിന്നുകാർക്കൊക്കെ ഗീന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം ഉണ്ട്. ഗീയുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 മാസമാണ്. കൂടാതെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നല്ല, യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.